ഇന്നത്തെ ഈ പാക്കറ്റ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മഹാരാഷ്ട്രയുടെ ഒരു സ്ട്രീറ്റ് ഫുഡായ സേവ് പൂരി എന്ന സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാക്കറ്റുകളായിട്ട് നമുക്ക് ഇവിടെ ഏത് കടയിൽ ചെന്നാലും തന്നെ ഇത് കിട്ടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 3 ചെറിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ വൈറ്റ് പീസ്, ഗ്രീൻ പീസിൻ്റെ പോലെ തന്നെ വൈറ്റ് പീസുണ്ട്. അത് വെള്ളത്തിൽ ഗ്രീൻ പീസ് പോലെ തന്നെ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ അത് ഒരു ഗ്ലാസ്സോളം കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിന് വേണ്ട കുറച്ച് മാത്രം, അതിൻ്റെ മീതെ മാത്രം വെള്ളം നിർത്തിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്ലാണ്ട് ഇതിൽ നമ്മൾ വേറെ മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയാണ്. ഈ കുരുമുളക് പൊടിയാണ് അതിന് എരിവിന്, ചെറിയൊരു എരിവൊക്കെ ഉള്ളൂ ഇതിനൊക്കെ, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ 2 വിസിൽ അടിച്ചിട്ട് മാറ്റി വയ്ക്കുക. അതാണ് ഇതിലൊരു പൂരിയിൽ ഫില്ല് ചെയ്യാനുള്ള ഫസ്റ്റത്തെ ഫില്ലിങ് ഇതാണ് കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. സവാള, തക്കാളി, മല്ലിയില, ഇത്രയും ഐറ്റങ്ങളാണ് പിന്നെ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ എല്ലാം പാക്കറ്റാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ വേവിച്ച് വെച്ചതിലേക്ക് അതൊന്ന് ഞാൻ സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഉടച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യുക. പിന്നെ ഇതിന് വേണ്ടത് സേവ് എന്ന് പറയുന്നതാണ്, അതൊരു പാക്കറ്റ്. പിന്നെ ചട്നി, 2 ചട്നികൾ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യും. ഒന്നൊരു ഗ്രീൻ ചട്നിയാണ്, അതിനകത്ത് ഇച്ചിരി മുളക്, നമ്മുടെ പച്ചമുളകും മല്ലിയിലയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഇതാണ് ചട്നി. പിന്നെ ഒരു ചട്നി നമ്മുടെ പുളിയും അതുപോലെ തന്നെ ഡേറ്റ്സും അതും ഒക്കെ ചേർത്തിട്ടുള്ള ജീരകം. ഇവരുടെ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ മസാലപ്പൊടികൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മിക്സ്ചറുകളാണ് ഇതിനകത്തോട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ പൂരീനെ മോൾ ഭാഗത്ത് സോഫ്റ്റായിട്ടായിരിക്കും ഈ പൂരി, അതിനൊന്ന് നമ്മൾ ആ ഒരു സ്പേസ് ഉണ്ടാക്കണം. അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മോൾ ഭാഗം മാത്രം ഒന്ന് തുറന്ന് അത് സ്പേസ് ഉണ്ടാക്കി വേണ്ട ഏത് പാത്രത്തിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനകത്തോട്ട് റെഡിയാക്കി വയ്ക്കുക. ഇപ്പോൾ ഇതാണ് പാനിപൂരി ചട്നി എന്ന് പറയുന്നത്. ഇത് പാനിപൂരിക്കും ഉപയോഗിക്കുന്നുണ്ട്, സേവ് പൂരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് പുളി ഉണ്ട്, ജീരകം, അങ്ങനത്തെയുള്ള പിന്നെ കുറച്ച് മസാലകൾ, നമ്മുടെ നോർമൽ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റ് പോലെയാണ് അതിരിക്കുക. ഇനി തക്കാളി അരിഞ്ഞത്, സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, അതൊക്കെയാണ് ഇത് ഇവിടുത്തെ എപ്പോഴും. മല്ലിയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലായാലും ഇവിടെ നോർത്തിലേക്ക് കിടന്നാൽ നമുക്ക് മല്ലിയില ഇല്ലാത്ത കറികൾ ഉണ്ടാവില്ല. അത്രയ്ക്കും അതിനോടിപ്പോൾ ഒരു ഫേവറേറ്റ്സായി മല്ലിയിലയോട്. ഇതാണ് നൈലോൺ സേവ് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ മീതെ അവർ സ്പ്രെഡ് ചെയ്യും. അതെല്ലാം കൂടി കടിക്കുന്നതാണ് അതിൻ്റെ ഒരു രുചി. അപ്പം ഞാനിതിലേക്ക് ആദ്യം ഫില്ല് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങും വൈറ്റ് പീസിൻ്റെയും മിശ്രിതമാണ്. അപ്പോൾ അത് ഓരോ പൂരിയിലും ഫില്ല് ചെയ്തെടുക്കുക. ഇത് നമുക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ വെറുതെയൊക്കെ നടക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ എപ്പോഴും ഇവരുടെ കടകളിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ആരായാലും ഒരു സ്നാക്സ് ഇതുപോലെ കഴിച്ചിട്ട് തന്നെ പോവുള്ളൂ. മഹാരാഷ്ട്രയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാതെ ആരും മഹാരാഷ്ട്ര വിടില്ല. അത്രയ്ക്കും അതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും വന്നൊക്കെ അതിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ ഞാനിവിടെയൊക്കെ എല്ലാവരും സ്വയം ഉണ്ടാക്കുന്ന പൂരിയൊക്കെ ആയിരിക്കും. ഞാനിത് ഉണ്ടാക്കുന്നില്ല, റെഡിമെയ്ഡ് കിട്ടുന്നത് കൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന സംഭവം കുക്കറിൽ അടിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേവിച്ചെടുക്കാനുള്ളതുള്ളൂ. ബാക്കിയൊക്കെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത്, ഇപ്പോൾ ഈ ഒരു ചട്നി, ആ ഗ്രീൻ ചട്നിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി അതിൻ്റെ അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തോട്ട് സവാള അത് ചേർക്കുക, സവാള ഫില്ല് ചെയ്യുക. ഇനി അതിന് ശേഷം വേറൊരു ചട്നിയിൽ ഡേറ്റ്സിൻ്റെ ചട്നി വരുന്നുണ്ട്, അത് ചേർക്കുക. ഇങ്ങനെ ഓരോന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഈ ഫില്ല് ചെയ്യേണ്ട ടൈം മാത്രമേ ഇത് കഴിക്കാനുള്ളൂ. അത് അത്രയും രുചിയാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കാൻ അധികം ഐറ്റംസ് ഒന്നും വേണ്ട, അതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. ബാക്കി ചട്നികൾ കിട്ടുവാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് സേവും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മീതെ നമ്മൾ മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ
ഇനി വേണ്ടവർ ചിലർ ഇതിന് നമ്മുടെ ലെമൺ ജ്യൂസും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യും. ഞാൻ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യണില്ല, മല്ലിയിലയിൽ നിർത്തുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ്, മഹാരാഷ്ട്രയുടെ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ സേവ് പൂരി. ചെറിയ കുഞ്ഞു പൂരിയാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ അല്ലാത്തവർക്ക് വേണ്ടി പറയുക കേട്ടോ. അപ്പോൾ അതവിടെ കിട്ടുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.